ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ പാറേട്ട് മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ 44-ാം ഓർമ്മ പെരുന്നാളും വന്യ പി സി യോഹന്നാൻ റമ്പാച്ചൻ്റെ 16-ാം ഓർമ്മയും ഓഗസ്റ്റ് 30-31 തീയതികളിൽ പാമ്പാടി മാർ കുറിയാക്കോസ് ദേറായിൽ ഭക്തിപുരസരം ആചരിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. വട്ടക്കുന്നിൽ ബാവയോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും മലങ്കര സഭയുടെ സുന്നോദോ സെക്രട്ടറിയായും 27 വർഷം കോട്ടയം ഭദ്രാസന മെത്രാപ്പോലിത്തയായും ഭരണം നടത്തുകയും ചെയ്ത മലങ്കരയുടെ ഉരുക്കുകോപുരമായിരുന്നു ഭാഗ്യസ്മരണാർഹനായ പാറേട്ട് മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത. മുഖപക്ഷം നോക്കാതെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്ന ന്യായാധിപൻ, കൃത്യനിഷ്ഠ പാലിക്കുന്ന കർമ്മധീരൻ, മലങ്കരയുടെ കരുത്തനായ മെത്രാപ്പോലിത്ത തുടങ്ങിയ വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യ നമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, ഭക്തിനിർഭരമായ റാസയും ശ്ലൈഹിക വാഴ്വും, കബറുകൾ, ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. അഭിമന്യ പിതാവിൻ്റെ വന്യ റമ്പാച്ചൻ്റെയും മധ്യസ്ഥത പരിശുദ്ധ സഭയ്ക്കും നമുക്കും കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യ കേരളത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളിലൊന്നായ പരുമല സെന്റ് ഗ്രിഗോറിയോസ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി എംപാനൽ ചെയ്ത് കേന്ദ്ര സർക്കാർ ഉത്തരവായി. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകിയ തോട്ടപ്പാട്ട് ശ്രീ ഉതുപ്പ് കുരിയാക്കോസിന്റെ 31-ാം ചരമവാർഷിക ദിനം ഓഗസ്റ്റ് 31 ശനിയാഴ്ച പെരുമ്പാവൂർ ബഥേൽ സുലോക്കോ ഓർത്തഡോക്സ് പള്ളിയിൽ ആചരിച്ചു. ഇടവക വികാരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും അനുസ്മരണ സമ്മേളനവും നടത്തപ്പെട്ടു. തുടർന്ന് കബറിങ്കൽ ധൂപപ്രാർത്ഥനയും അർപ്പിച്ചു. മലങ്കര സഭയുടെ അഹമ്മദാബാദ് ഭദ്രാസന ആസ്ഥാനത്തിനോട് 12 കിലോമീറ്റർ ദൂരത്തിൽ ദഹേഗാം സാങ് വില്ലേജിന്റെ ഹൃദയഭാഗത്ത് 3.02 ഏക്കർ സ്ഥലം രജിസ്റ്റർ ചെയ്ത് മലങ്കര സഭയോട് ചേർത്തപ്പെട്ടിരിക്കുന്നു. 14 വർഷക്കാലമായി ഭദ്രാസന മക്കളുടെ ആഗ്രഹമായിരുന്നു അഹമ്മദാബാദ് ഭദ്രാസനത്തിന്റെ പേരിൽ ഗുജറാത്തിൽ സ്വന്തമായി സ്ഥലം വാങ്ങുക എന്നുള്ളത്. പ്രതിബന്ധങ്ങൾ ഏറെയുണ്ടായിട്ടും പരീക്ഷകളോട് ഏറ്റുമുട്ടിയും കണ്ണീരണിഞ്ഞ പ്രാർത്ഥനകളുടെ ഫലമായി ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ നേതൃത്വത്തിലാണ് ഈ ആഗ്രഹം സഫലീകരിച്ചിരിക്കുന്നത്. വേദവ്യാഖ്യാന സിംബോസിയം നടത്തപ്പെട്ടു. സോബാന ഓർത്തഡോക്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പഴയ സെമിനാരിയിൽ നടത്തിയ ഫാദർ ഡോക്ടർ TJ ജോഷുവ അനുസ്മരണവും വേദവ്യാഖ്യാന സിംബോസിയവും MG സർവകലാശാല പൗലോസ് മാർ ഗ്രിഗോറിയോസ് ചെയർ അധ്യക്ഷൻ ഫാദർ ഡോക്ടർ KM ജോർജ് ഉദ്ഘാടനം ചെയ്തു. സെമിനാരി പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡോക്ടർ ജേക്കബ് മാത്യു, ഫാദർ ഡോക്ടർ ജോജി C ജോർജ്, ഫാദർ ഡോക്ടർ ബിജേഷ് ഫിലിപ്പ്, ഫാദർ KV ഏലിയാസ്, ഫാദർ ജെറിൻ ജോൺ, തോമസ് ജോർജ്, ഫാദർ ഡോക്ടർ റെജി മാത്യു, ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഫാദർ CC ചെറിയാൻ, വേദശാസ്ത്ര സമിതി സെക്രട്ടറി സാജൻ സാമുവൽ എന്നിവർ പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട കോടതി വിധി സ്വാഗതാർഹം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നിയമവാഴ്ച നടപ്പിലാക്കുവാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ അങ്കമാലി ഭദ്രാസനത്തിൽപ്പെട്ട പുളിന്താനം സെന്റ് ജോൺസ്, മഴവന്നൂർ സെന്റ് തോമസ്, ഓടക്കാലി സെന്റ് മേരീസ് പള്ളികളും തൃശൂർ ഭദ്രാസനത്തിൽപ്പെട്ട മംഗലം ഡാം സെന്റ് മേരീസ്, എരിക്കിൻചിറ സെന്റ് മേരീസ്, ചെറുകുന്നം സെന്റ് തോമസ് എന്നീ 6 പള്ളികളും ഏറ്റെടുക്കുവാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി വിധി സ്വാഗതാർഹം എന്ന് ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പൽ സുന്നോദോ സെക്രട്ടറി അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റോമോസ് മെത്രാപ്പൊലീത്ത നിരവധി തവണ കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ക്രമസമാധാന പ്രശ്നങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ച് നിയമം നടപ്പിലാക്കുന്നതിനെതിരെ നിലകൊണ്ടവർക്കുള്ള താക്കീത് കൂടിയാണ് കോടതി വിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. 1934 ഭരണഘടന അനുസരിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗമാകേണ്ട ദേവാലയങ്ങളിൽ ഇപ്രകാരമുള്ള സംഘർഷാവസ്ഥ സൃഷ്ടിച്ചവർ ഇനിയെങ്കിലും വസ്തുതകൾ മനസ്സിലാക്കി നിയമവ്യവസ്ഥയോട് സഹകരിക്കണമെന്ന് അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റോമസ് മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. അങ്കമാലി ഭദ്രാസനത്തിലെ കുറുപ്പുംപടി സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് വികാരിയും സഹവികാരിമാരും ഓർത്തഡോക്സ് സഭയുടെ ഭാഗവും ഫയൽ ചെയ്ത് ഹർജിയിൽ ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർ, റവന്യൂ ഡിവിഷണൽ ഓഫീസർ, എറണാകുളം ജില്ലാ പോലീസ് മേധാവി, പെരുമ്പാവൂർ DYSP, കുറുപ്പുംപടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നോട്ടീസ് പുറപ്പെടുവിച്ചു.
കേസ് വീണ്ടും ഓണാവധിക്ക് ശേഷം സെപ്റ്റംബർ 23 പരിഗണിക്കും. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന് ഇത് അഭിമാന നിമിഷം. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും കൃപയാലും ചെങ്ങന്നൂർ ഭദ്രാസന ആസ്ഥാനത്തോട് ചേർന്നുള്ള ചെങ്ങന്നൂരിൻ്റെ ഹൃദയഭാഗത്തെ വസ്തുവും കെട്ടിടവും ദൈവകൃപയാൽ രജിസ്റ്റർ ചെയ്ത് മലങ്കര സഭയോട് ചേർത്തു. അഭിവന്യ ഇടവക മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനി, ഭദ്രാസന സെക്രട്ടറി ഫാദർ PK കോശി, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഈ കർമ്മം നടത്തപ്പെട്ടു. ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ യുയാക്കീം മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയുടെ 150-ാം ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ സഭ കൊണ്ടാടി. സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ നിന്നും മലങ്കരയിലെത്തി മലങ്കര നസ്രാണികളുടെ ചരിത്ര പ്രസിദ്ധമായ മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ കബറടങ്ങിയ യുയാക്കീം മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയുടെ ഓർമ്മ പരിശുദ്ധ സഭ ആചരിച്ചു. പൗരസ്ത്യ ദേശത്തെ തുറബ്ദീൻ സ്വദേശിയാണ് അദ്ദേഹം. 1845 ഫെബ്രുവരി 18 മെത്രാപ്പൊലീത്തയായി വാഴിക്കപ്പെട്ടു. 1846 സെപ്റ്റംബർ 9 മലങ്കരയിലെത്തി. നവീകരണക്കാരുമായുള്ള പോരാട്ടത്തിൽ നിർണായക സ്വാധീനം ചെലുത്തി. അന്നത്തെ മലങ്കര മെത്രാപ്പൊലീത്ത പാലക്കുന്നത്ത് മാത്യൂസ് മാർ താനാസിയോസുമായി നിരന്തരം നിയമയുദ്ധത്തിൽ ഏർപ്പെട്ടു. ആരോഗ്യ ചികിത്സാ വിധികളിലും ആരാധനാ കാര്യങ്ങളിലും അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. പരിശുദ്ധ പരിമല തിരുമേനിക്ക് കശീഷ, കോറെപ്പിസ്കോപ്പ തുടങ്ങിയ സ്ഥാനങ്ങൾ നൽകിയതും അദ്ദേഹമാണ്. 1874 സെപ്റ്റംബർ 2 കാലം ചെയ്തു. മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയുടെ മുറ്റത്ത് വടക്കു കിഴക്കായി അദ്ദേഹം മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥാനത്ത് കബറടക്കി. മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ ചിങ്ങം 20 പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന വിശുദ്ധ കുർബാനയിൽ അഹമ്മദാബാദ് ഭദ്രാസന അധിപനും ബോംബെ ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്തയുമായ അഭിവന്യ ഗീവർഗീസ് മാർ തെയോഫിലോസ് തിരുമനസ്സുകൊണ്ട് പ്രധാന കാർമ്മികത്വം വഹിച്ചു. ഫാദർ തോമസ് പൊന്നാങ്കുഴി, ഫാദർ KT ഏലിയാസ്, ഫാദർ എബ്രഹാം ഇടമ്പാടം, ഫാദർ ജിയോ ജോർജ്, ഫാദർ ഷിബു K ജോസ്, ഫാദർ കുര്യാക്കോസ് ജോർജ്, മാനേജർ വെട്ടിക്കൽ ദേറ, ഫാദർ സാംസൺ സാമുവൽ, ഫാദർ സഞ്ജയ് ഏലിയാസ്, സഹവികാരിമാരായ ഫാദർ തോമസ് K ഏലിയാസ്, ഫാദർ അലക്സ് ജോർജ്, ഫാദർ ജോബിൻസ് ജോയ് എന്നീ വൈദിക ശ്രേഷ്ഠരും സംബന്ധിച്ചു. തുടർന്ന് ഭാഗ്യസ്മരണാർഹനായ യുയാക്കീം മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയുടെ കബറിടത്തിൽ ധൂപപ്രാർത്ഥനയും നടത്തി. അഭിവന്യ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധ്യാനം, പ്രാർത്ഥന, മൗനവ്രതം എന്നീ ജീവിത നിഷ്ഠകളിലൂടെ താപസനായി ജീവിച്ച മൈലപ്ര മാർ കുറിയാക്കോസ് ആശ്രമത്തിൽ കബറടങ്ങിയിരിക്കുന്ന താപസ ശ്രേഷ്ഠനായ വന്യ മാത്യൂസ് റമ്പാച്ചൻ്റെ 33ാമത് ഓർമ്മ പെരുന്നാൾ മാർ കുറിയാക്കോസ് ആശ്രമ ചാപ്പലിൽ കൊണ്ടാടി. പെരുന്നാൾ ശുശ്രൂഷകൾ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത, അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപ്പൊലീത്ത, അഭിവന്യ സക്രിയ മാർ സേവേറിയോസ് മെത്രാപ്പൊലീത്ത, അഭിവന്യ മാത്യൂസ് മാർ തെവോദോസിയോസ് മെത്രാപ്പൊലീത്ത എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും നടത്തപ്പെട്ടു. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യ നമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, ഭക്തിനിർഭരമായ റാസയും ശ്ലൈഹിക വാഴ്വും, കബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. വൈദികർ, കന്യാസ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ 4 ദിവസമായി നടന്നുവന്ന പെരുന്നാൾ ആചരണ ചടങ്ങുകളിൽ പങ്കെടുത്തു. വന്യ മാത്യൂസ് റമ്പാച്ചൻ്റെ ശിഷ്യൻ വന്യ നഥാനിയൽ റമ്പാച്ചൻ തൻ്റെ ആത്മീയ ഗുരുവിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞ ജീവിത കഥകളുടെ മൗനശൈലം എന്ന പുസ്തകം അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത, അഭിവന്യ മാത്യൂസ് മാർ തെവോദോസിയോസ് മെത്രാപ്പൊലീത്തയ്ക്കും അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പൊലീത്തയ്ക്കും നൽകി പ്രകാശനം ചെയ്തു. വന്യ റമ്പാച്ചനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഴഞ്ഞി മാർ ഡയനേഷ്യസ് കോളേജ് മാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ മെമ്മോറിയൽ ബ്ലോക്ക് കൂദാശയും ഉദ്ഘാടനവും സെപ്റ്റംബർ 3 ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് നടത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സീനിയർ വൈദികൻ വെരി റവറൻ KL മാത്യു വൈദ്യൻ കോറെപ്പിസ്കോപ്പായെ വർക്കിംഗ് കമ്മിറ്റി ആലോചനാ സമിതിയിലേക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി കൽപ്പന പ്രകാരം നിയമിച്ചു. വന്യ ഫാദർ ഡോക്ടർ TJ ജോഷുവയുടെ വേർപാട് മൂലമുണ്ടായ ഒഴിവിലേക്കാണ് നിയമനം. അഖില മലങ്കര ബാലസമാജം 42ാമത് വാർഷിക ത്രിദിന ക്യാമ്പിന്റെ ലോഗോ പ്രകാശനം കേന്ദ്ര പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവനാസിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ബാലസമാജം കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫാദർ ചെറിയാൻ ജേക്കബ്, ജനറൽ സെക്രട്ടറി ഫാദർ ജിം M ജോർജ്, ജോയിന്റ് സെക്രട്ടറിമാരായ ലിബിൻ പുന്നൻ, മഞ്ജു ജിസൻ, ഇടവക വികാരി ഫാദർ KP വർഗീസ്, ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ മനീഷ് മാത്യു, ജനറൽ സെക്രട്ടറി ജിബിൻ ജേക്കബ് അലക്സ് എന്നിവർ സംബന്ധിച്ചു.
വാർഷിക ത്രിദിന ക്യാമ്പ് പരുമലയിൽ വെച്ച് 2024 ഒക്ടോബർ 11, 12, 13 തീയതികളിൽ നടത്തപ്പെടും. എക്കോ ഫ്രണ്ട്ലിയായി പ്ലാസ്റ്റിക് വേസ്റ്റിനെ മീഥേലാക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്നും പേറ്റന്റ് കരസ്ഥമാക്കിയ ഏബൽ എബ്രഹാം ജേക്കബിനും പത്തനാപുരം സെൻറ് സ്റ്റീഫൻ കോളേജ് പ്രിൻസിപ്പലായി ചുമതലയേറ്റ സുവോളജി വിഭാഗം അധ്യക്ഷനും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ബിജു എയ്ക്കും, കേരള സർവകലാശാലയിൽ നിന്നും ഗണിതശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശ്രീമതി നേഹ നിധിനും, അമൃത സ്കൂൾ ഓഫ് മൈക്രോബയോളജിയിൽ നിന്നും MSc മൈക്രോബയോളജിയിൽ 1ാം റാങ്ക് നേടിയ ശ്വേത സൂസൻ തോമസിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.